ഫലസ്തീനെതിരായ ഇസ്രായേലിൻ്റെ ക്രൂരമായ അതിക്രമം 9 മാസം പിന്നിട്ടു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആരംഭിച്ച അതിക്രമത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 38,193 പരിക്കേറ്റവരുടെ എണ്ണം 87,903 ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 40-ലധികം ഫലസ്തീനികളാണ് കൊല ചെയ്യപ്പെട്ടത്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ മുമ്പുള്ളതിനേക്കാൾ കടുത്തതാണ്. ആക്രമണ മുന്നറിയിപ്പിനെ തുടർന്ന് കിഴക്കൻ ഗസ സിറ്റിയിൽ നിന്ന് തൂഫ, ദറാജ്, ഓൾഡ് സിറ്റി എന്നിവിടങ്ങളിലേക്ക് ഫലസ്തീനികളുടെ കൂട്ടപലായനം തുടരുകയാണ്. ഗസയിലെ യുണൈറ്റഡ് നാഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ആസ്ഥാനം ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു. നിരവധി പേർ അഭയം തേടിയിരിക്കുന്നതും ഇവിടെയായിരുന്നു. ഗസ നഗരത്തിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ ഒരേ സമയം ഇസ്രായേൽ വ്യോമാക്രമണം തുടരുന്നതിനാൽ നിരവധി സാധാരണക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത്. വാദി ഗസയിൽ ദിവസങ്ങളായി മൃതദേഹങ്ങൾ തെരുവിൽ നിന്ന് നീക്കം ചെയ്യാനാവാതെ അവിടെ തന്നെ കിടക്കുകയാണ്. ഗസയിൽ നിന്ന് ഇതുവരെ പലായനം ചെയ്തത് മൊത്തം ജനസംഖ്യയുടെ 90%. അഭയം തേടിയ സ്ഥലങ്ങളും ആക്രമിക്കപ്പെട്ടതിനാൽ തുടർച്ചയായി പലായനം ചെയ്യേണ്ടി വന്നവരും ഒട്ടനവധിയുണ്ട്. ഇത്തരത്തിൽ രൂപപ്പെട്ട അഭയാർത്ഥി ക്യാമ്പുകളിൽ പലയിടത്തും 5ഓളം കുടുംബങ്ങൾ ഒരു ടെൻറ്റിനുള്ളിൽ താമസിക്കുന്ന ഗുരുതരമായ സ്ഥിതിയുമുണ്ട്. ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഭക്ഷണം, വെള്ളം, മരുന്ന്, ശുചിത്വ വിതരണങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പോലും നിർവഹിക്കപ്പെടാനോ നിറവേറ്റാനോ സൗകര്യങ്ങൾ ഇല്ല എന്നതാണ്. ആരോഗ്യ സംരക്ഷണ സംവിധാനം തകർന്നതോടെ ഹെപ്പറ്റൈറ്റിസ് എ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ അഭൂതപൂർവമായ ഭീകരമായ ഒരു അളവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാഗികമായി മാത്രം പ്രവർത്തനക്ഷമമായി ശേഷിക്കുന്ന ഏതാനും ആശുപത്രികൾ ദിവസേന ട്രോമ രോഗികളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ആശുപത്രികളും മുറിവേറ്റവരാൽ നിറഞ്ഞിരിക്കുന്നു. അവരിൽ പലരും കുട്ടികളാണ്. അക്രമം തടയാൻ അമേരിക്ക, ഖത്തർ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥരുടെ നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ശക്തമായ ആക്രമണങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. മുൻകാല ഇസ്രായേലി നേതാക്കൾ ഫലസ്തീനിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട തന്ത്രങ്ങളുടെ പുതിയ പകർപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിക്കുന്നത്. ഈ തന്ത്രങ്ങൾ വിജയിച്ചിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഇന്നുള്ള ഗതികേടിൽ എത്തുമായിരുന്നില്ല. 10,000-കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയും ഗസയിലെ യുദ്ധം എന്തുമാകാമെന്ന് നെതന്യാഹുവിനോ അദ്ദേഹത്തിൻ്റെ ജനറൽമാർക്കോ നിർണ്ണയിക്കാൻ കഴിയുന്നില്ല. 1967 ജൂണിൽ ഗസ, വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം എന്നിവിടങ്ങളിൽ ഇസ്രായേൽ നടത്തിയ അധിനിവേശത്തിന് പിന്നാലെ അറബ് സൈന്യത്തിനെതിരെ നേടിയ സൈനിക വിജയത്തോടെ കയ്യേറ്റം ഒരു സ്ഥിരം നടപടിയാക്കാൻ ഇസ്രായേൽ ആഗ്രഹിച്ചു. ഇന്നത്തെ നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾ യഥാർത്ഥത്തിൽ ആസൂത്രണം ചെയ്തത് പഴയ തൊഴിൽ മന്ത്രിയായിരുന്ന ഇഗാൽ അലോൺ തയ്യാറാക്കിയ 2 വൻ സുരക്ഷാ ഇടനാഴികൾ എന്ന പദ്ധതിയുടെ ഭാഗമാണ്. ജോർദാൻ നദിക്ക് കുറുകെ ഒരു സുരക്ഷാ ഇടനാഴിയും ഗ്രീൻ ലൈൻ എന്ന് വിളിക്കപ്പെടുന്ന ഇസ്രായേലിൻ്റെ 1967 മുൻപുള്ള അതിർത്തിയിലൊരു സുരക്ഷാ ഇടനാഴിയുമായിരുന്നു ഇവ. ഇതുവഴി കൂടുതൽ ഭൂമി കയ്യേറാമെന്ന ആശയമായിരുന്നു ഇസ്രായേലിന്. 1971 അന്നത്തെ ഇസ്രായേൽ ജനറൽ ഏരിയൽ ഷാരോൺ ഗസയുടെ മേൽ സമ്പൂർണ്ണ നിയന്ത്രണത്തെക്കുറിച്ചുള്ള അലോണിൻ്റെ ആശയം നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഇതിനുവേണ്ടി ഗസ മുനമ്പിനെ വിഭജിക്കാനും തെക്കൻ നഗരമായ റഫയെ സിനായ് മേഖലയിൽ നിന്ന് വേർതിരിക്കാനുമായിരുന്നു പദ്ധതി. ഇതിൻ്റെ ഭാഗമായി ഗസയിലുടനീളം, പ്രത്യേകിച്ച് വടക്കൻ ഭാഗത്ത് ആയിരക്കണക്കിന് ഫലസ്തീൻ വീടുകൾ നശിപ്പിക്കപ്പെട്ടു. നിരവധി പേർ പലായനം ചെയ്യേണ്ടി വന്നു. അലോണിൻ്റെ പദ്ധതിയുടെ വിപുലീകരണമായ ഷരോണിൻ്റെ പദ്ധതി ഒരിക്കലും പൂർണ്ണമായി നടപ്പിലാക്കാനായില്ല. ഇസ്രായേൽ പ്രതീക്ഷിക്കാത്ത ഫലസ്തീനികളുടെ പ്രതിരോധമാണ് ഇതിനെ തകർത്തത്. ഈ പദ്ധതിയാണ് നെതന്യാഹു ഇപ്പോൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത്. 1967 ഗസ അധിനിവേശത്തിൻ്റെ ചരിത്രപരമായ സാഹചര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നതിൽ തികച്ചും വ്യത്യസ്തമാണ്. ആദ്യത്തേത് വലിയ അറബ് പരാജയത്തിൻ്റെ ഫലമായി ഉയർന്നു വന്നതാണ്. ഇപ്പോഴത്തേത് ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യാന്വേഷണ പരാജയത്തിൻ്റെ ഫലവുമാണ്. പ്രാദേശിക സാഹചര്യങ്ങൾ ഫലസ്തീന് അനുകൂലമായാണ് പ്രവർത്തിക്കുന്നത്. ഗസയിൽ കൂട്ടക്കൊല തുടരുമ്പോഴും ഹമാസിന് ജനങ്ങളുടെ പിന്തുണ തുടരുന്നത് ഈ ചെറുത്തുനിൽപ്പ് സംസ്കാരം തുടച്ചു നീക്കാൻ ആവില്ല എന്നതിൻ്റെ സൂചനയാണ്. യുദ്ധം ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നാശനഷ്ടമുണ്ടാക്കിയതോടെ സൈന്യത്തിൽ ചേർന്ന് പോരാടാൻ ആളെ കിട്ടാത്ത സാഹചര്യമാണെന്നാണ് ഹാരറ്റ്സ് പത്രം ഈയിടെ റിപ്പോർട്ട് ചെയ്തത്. നിരവധി റിസർവ് സൈനികർ ഗസയിലേക്ക് സൈനിക സേവനത്തിന് വിസമ്മതിക്കുന്ന കാഴ്ചയാണ്. നൂറുകണക്കിന് റിസർവ് സൈനികർ തങ്ങളുടെ കമാൻഡർമാരെ അറിയിക്കാതെ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു.
യുദ്ധമുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം ഇസ്രായേലിൻ്റെ സാമ്പത്തിക ഭാവിയെ തന്നെ അസ്ഥിരപ്പെടുത്തി. ടൂറിസമാണ് ഏറ്റവും അധികം നഷ്ടം നേരിട്ടത്. ഒക്ടോബർ 7 മുൻപ് ഓരോ മാസവും 3 ലക്ഷത്തിലധികം സന്ദർശകർ ഇസ്രായേലിൽ എത്തിയിരുന്നു. നവംബറിൽ ഇത് കേവലം 39,000 മാത്രമായി കുറഞ്ഞു. ഇപ്പോൾ അത് ഏതാണ്ട് 0 വിമാന കമ്പനികൾ ടെല്ലവീവിലേക്കുള്ള അവരുടെ ഭൂരിഭാഗം ഫ്ലൈറ്റുകളും റദ്ദാക്കുകയോ താൽക്കാലികമായി നിർത്തിവെക്കുകയോ ഒക്കെ ചെയ്തു. അടുത്തിടെ നടത്തിയ സർവേയിൽ 45% പൊതുജനങ്ങളും ഈ യുദ്ധത്തിലോ യുദ്ധം അവസാനിച്ചതിനു ശേഷമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തങ്ങളെ കാത്തിരിക്കുന്നു എന്ന് ഭയപ്പെടുന്നതായി സഹായ സംഘടനയായ ലാറ്ററ്റ് കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളവും ഭക്ഷണവും മരുന്നും വൈദ്യുതിയും ഇല്ലാത്ത ഫലസ്തീനികൾക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ടെലിവിഷൻ ദൃശ്യമാധ്യമങ്ങളിലൂടെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട 2 രാജ്യങ്ങളായി ഇസ്രായേലും അതിൻ്റെ അന്ധമായ പിന്തുണക്കാരനായ US തുടരുകയാണ്. കൂട്ടക്കൊലകൾ എത്ര തുടർന്നാലും ഈ യുദ്ധം ഇസ്രായേൽ ജയിക്കാൻ പോകുന്നില്ല എന്നതും ഈ ഘട്ടത്തിൽ ഉറച്ചു വിശ്വസിക്കേണ്ടതുമാണ്.